സോ ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യം, എന്താ വീഡിയോ ഒന്നും നിർത്തിപ്പോയോ? ഞാനെന്ന് വെച്ചാൽ മെയിനായിട്ട് ഷോർട്സാണ്. മീൻസ് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചാണെങ്കിൽ ഷോർട്സിന് മാത്രമേ വ്യൂസ് കിട്ടാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എഡിറ്റൊന്നും ചെയ്യാറില്ല. എഡിറ്റ് ചെയ്യുമ്പോൾ അവർ ഇത് പോവും, ഇത് പോവും. ഞാനൊരു ഐഡിയ ഉണ്ട്, ഞാൻ കാണിച്ചിട്ട് വെച്ച്. Don't believe Shiro. When it comes to the Garcias, I'm the good boy. തുണി കണക്ക് 12 വയസ്സായി. ടോട്ടൽ ഗെയിം 12 ഡേയ്സ് അല്ല, 12 അല്ല, സോറി എന്താ പറയുക, 70 ഡേയ്സ് എങ്ങനെ ആയി. ഓൺലൈൻ കിടപ്പുണ്ട്, വിളിക്കാൻ ശ്രമിക്കാവും. ഓടാവെന്നാ TND മോഡ് കറക്റ്റ് വർക്ക് നോക്കിയാണെങ്കിൽ പുതിയ സീസണിലാണെങ്കിലും ഇതും കാര്യങ്ങളൊക്കെ അടിച്ച്. എൻ്റെ പ്രൈം ഫസ്റ്റ് നമുക്ക് നോക്കാം. പ്രൈം ലെവൽ 4 ആണ്. ഓൾമോസ്റ്റ് 10,000 വീണ്ടും ലെവൽ 4ലേക്ക് ചേരാണ്. സോ നിങ്ങൾ വിചാരിക്കും അയ്യേ 11 കെയൊക്കെ പൊട്ടിച്ചിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ടോട്ടൽ 23,900 23,903. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ 23,903 റുപ്പീസ്. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് 100 ഡയമണ്ടൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. നോക്കുകയാണെങ്കിൽ 67 ലെവല്. പ്രൊഫൈലിൻ്റെ ID എന്ന് പറയുന്നത് 23, 37, 86, 21, 60, 7,768 ലൈക്ക്. ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ത്രോണിമൂട്ട് എപ്പോൾ റിട്ടേൺ വരുമെന്ന് നോക്കിയിരിക്കുകയാണ്. പിരാറ്റ് ഫ്ലാഗ് പിന്നെ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. ത്രോണിമൂട്ടാണ്. ഇരുന്ന് കഴിഞ്ഞാൽ ഇല്ല ഒരു രസമൊന്നുമില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഇതൊന്നുമില്ല. FSWS കപ്പ് എന്നൊക്കെ എഴുതിയിട്ട് ഇരിക്കുമ്പോൾ ഒരു ഗോൾഡൻ സംഭവം കണ്ട, അതാ മുട്ട സാധനം. നോക്കുകയാണെങ്കിൽ ഈ ഒരു പെയിൻറ് ഇത് എടുക്കണം എടുക്കാൻ പോകുമ്പോൾ മറന്നു. പുതിയ സീസൺ മാസ്റ്റർ 51 സ്റ്റാർ. BR പിന്നെ നമ്മൾ അധികം കളിക്കാറില്ല. 16 പ്രാവശ്യമൊക്കെ അടിച്ചിട്ടുള്ളൂ. ഇതിൽ 16 അടിച്ച്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തോട്ട് വരികയാണെങ്കിൽ ഇവോ കാണാം. അതിനെ ഫസ്റ്റ് ഉണ്ട്. പിന്നെ UMP സാധനമുണ്ട്. പിന്നെ ഇമോട്ട് എന്ന് പറയുമ്പം ഇത്രയോ സംഭവങ്ങളാണ് നമ്മൾ ഇതിൽ വെച്ചേക്കുന്നത്. വെപ്പം നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളെ വീക്കിൽ ആക്ടിവേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ലൈക്ക് ചെയ്യുന്ന കയ്യും. പിന്നെ പിന്നെ ഒന്നുകൂടെ എടുക്കണം. 25 മണിക്കൂറേ ഇല്ല ലാസ്റ്റ് ഡേ. ഇന്ന് രാത്രിയും കൂടെ ക്ലൈം ചെയ്ത ആയി. പിന്നെ നമുക്ക് നേരെ വോൾട്ടിലേക്ക് പോകണമല്ല, മാസ്റ്റർ ആര് കാണിച്ചിരുന്നില്ല. ഇത്ര വെപ്പൺസ് ഉള്ളൂ. ആർമറിയിൽ പോവുകയാണെങ്കിൽ M4A1 ഇവോ ഉണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ M4A1 എൻ്റെ നല്ല സ്കിന്നൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ ഇതിൽ കണ്ടപ്പോൾ എന്തായാലും അടിക്കണം വിചാരിച്ച കാരണം ഇത് A94 ആയിരുന്നു ഞാൻ ഫസ്റ്റ് വെച്ചത്. ഇത് തന്നെ കൈമ പഠിക്കുമ്പോൾ രസമൊന്നുമില്ല. സാധാ കണ്ടവരെ കൈമ പഠിക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ ഇത് ആ രസമില്ല. പക്ഷേ ആക്രേസി ആദ്യപ്പെടാൻ പ്രശ്നമുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലായി ഇതെന്തോ അടി സാധനമാണ്. എന്നിട്ട് ഞാനൊരു 1000 ഡയമണ്ട് ടോപ്പ് ചെയ്ത് ഒരു മന്തിൽ എടുത്തിട്ട് ഞാൻ ഈ M4A1 എടുത്ത്. അത് കിട്ടുമെന്ന് ഉറപ്പില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മീൻസ് പറഞ്ഞുതരാം. ക്രിമിനലൊക്കെ ഇട്ടാൽ വന്ന് വോൾട്ടിൽ ഇങ്ങനത്തെ 3 സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്പിന്നേ വേണ്ടു. എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ ഒരു 22 ഡയമണ്ട് വിന്നിങ് സ്പിന്നൊന്നും കാണിച്ചില്ല. കണ്ണം പൂട്ടി അങ്ങ് സ്പിന്ന് നേരെ കയറി അങ്ങ് അടിച്ച്. ആ ടൈമിലൊരു സംഭവമില്ല. പിന്നെ വീണ്ടും പറയാം. പിന്നെ AK ലെവൽ 3 ഉണ്ട്. ലെവൽ 2 ആണ് ഒരു രസമില്ല. അതുകൊണ്ട് AK ലെവൽ 3 ആക്കി വെച്ചാണ്. ഇതാകുമ്പോൾ ചിറകൊക്കെ ഉണ്ട്. സ്കാർ ബ്ലഡ് മൂൺ സ്കാർ ഉണ്ട്. പിന്നെ ഈ ചാത്തങ്ങ സ്കാറൊക്കെ ഉണ്ട്. പിന്നെ ഗ്രോസി നല്ല സ്കിന്നില്ല. ബട്ട് ഇട്ടിക്കന്നെ നമ്മൾ ഗ്രോസി പോവും. മറ്റേക്കുള്ളൊക്കെ ഗ്രോസി പോവും. മാക്സ് അല്ല ലെവൽ 5. എക്സമൈറ്റ് 2 സാധനം ഉണ്ട്. ഇതെന്താ എക്സമൈറ്റ് എന്തായാലും ഇവോ ഇട്ടിക്കണം. നല്ല സ്കിന്നില്ല. A94 പിന്നെ ഇതാനുണ്ട്. പിന്നെ പ്ലാസ്മയിൽ മറ്റേ എലിപ്പാസിൻ്റെ സാധനമൊക്കെ ഉണ്ട്. ജോക്കറിൻ്റെ ഓഗിൽ പിന്നെ ഇതുണ്ട്. ഓഗൊന്നും പിന്നെ കുഴപ്പമില്ല. റീലോഡ് സ്പീഡ് റേഞ്ചും ഉണ്ട്. അത് മതി നമുക്ക് ഒരു തന്നെ അടിച്ചിടാൻ. പരാഫിൽ ഈ അടുത്ത് വന്ന സാധനം. ഇത് പണ്ട് എടുത്ത ഇൻക്യുബേറ്ററിൽ എടുത്തതാണ്.
സ്റ്റോൺ ആ സംഭവമില്ല അതിലെടുത്തതാണ്. പിന്നെ കിങ് ഫിഷർ ഇതാ ഈ സാധനമുണ്ട്. നൈസാണ് കിങ് ഫിഷർ. പിന്നെ G3 ഇതുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. M14 ഇതാ ഈ സാധനമുണ്ട്. M14ൻ്റെ ഇങ്ങനത്തെ കുറച്ച് സാധനമുണ്ട്. ഇതാ മെയിൻ ആവുണ്ട് ഇതിട്ട്. SKS പിന്നെ ഈ സാധനമുണ്ട്. സ്വീഡിക്ക് ഇത് നല്ല സ്കിന്നാണ്. റേറ്റ് ഓഫ് ഫയർ ഉണ്ട്. ഡാമേജ് പിന്നെ ഓൾറെഡി 110 കയറുന്നതുകൊണ്ട് സീനില്ല. വുഡ്പിക്കർ ഇതാണ് ഒരു നൈസ് സ്കിന്നുണ്ട്. അതിനെ എടുക്കാൻ ആ ഒരു ടൈമിൽ മറന്നുപോയി. ആ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പാക്കി വെച്ചായിരുന്നു. ACT പിന്നെ ഇതൊക്കെയാണ് നല്ലത്. ഇതിടാം നമുക്ക്. വിൻചെസ്റ്ററിൽ പിന്നെ ഇതൊരു സ്കിന്ന് വന്നിട്ടുണ്ടാവും, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. വന്നിട്ടുണ്ടാവുമായിരിക്കും, ഫ്രീ ആയിട്ടൊന്നും ഇതുവരെ കൊടുത്തില്ല. M60 ഇത് നല്ല സ്കിന്നാണ്, കാരണം ഡബിൾ റേറ്റ് ഓഫ് ഫയർ ഉണ്ട്. അടിയാണെങ്കിൽ അങ്ങ് അടിഞ്ഞ് പോവും. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ എടുക്കാൻ്റെ വന്നതാണ്. UMP ബുയ്യാടേൻ്റെ ഇതുണ്ട്. ഇവോ ആണ്, ലെവൽ 3 ആണ്. പിന്നെ നമ്മളെ ഈ ഒരു സാധനമുണ്ട്. ഇതും അത്യാവശ്യം നൈസാണ്. 2024 വന്നത്. പിന്നെ ഇതൊക്കെ പണ്ടെടുത്ത് തന്നെയാണ്. പണ്ട് മീൻസ് ഈ എടുത്ത് വന്നൊരു ഇവൻ്റ് അതിലെടുത്താണ്. മറ്റേ അക്കൗണ്ടിലൊക്കെ പണ്ട് ആ ഫ്രീ ആയി കൊടുത്ത സംഭവമാണ് ഇത്. ഇനി ഇങ്ങനത്തെ കുറച്ച് ജാത്തും സാധനമൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ അധികം ഇട്ട് കളിക്കുന്നത്. ഈ ഒരു സ്കിന്നും പിന്നെ ഇതിൻ്റെ പവറും. പിന്നെ MP5 ഇതെടുക്കണം വെച്ചാൽ ഞാൻ 2 പ്രാവശ്യം ഹീറോ കളിക്കാൻ ലേറ്റ് ആയി. ഈ സാധനം കണ്ടറാ, റേറ്റ് ഓഫ് ഫയർ കുറവാ, റേഞ്ചൊക്കെ ഉണ്ടറാ. എൻ്റെ ലുക്ക് കണ്ട മുട്ടേ. ഇമാതിരി സാധനം വേറെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. 1MP40 പക്ഷെ ഈ ഒരു ഗോൾഡ് സാധനം മോനെ ചത്താലും ഞാനത് എടുത്തിരിക്കും. അപ്പൂസൊക്കെ ഓൺലൈൻ വന്നു. എവിടെയായിരുന്നു? ഇവിടെ തന്നെ. പിന്നെ നമ്മളെ കോബ്ര MP40 ഉണ്ട്. ലൈറ്റ്നിങ് സ്ട്രൈക്ക് ഉണ്ട്. ഇത് അത്യാവശ്യം നൈസാണ്. പിന്നെ ബണ്ണി MP40 ഒക്കെ ഉണ്ട്. പിന്നെ ഈ സാധനമുണ്ട്. ബണ്ണി MP40 നൈസാണ്. P90 ഇതാ. P90 ഇല്ല, ഈ ബോൾഡ് എടുക്കണം. പക്ഷേ P90ക്ക് ഈ സ്കിൻ ഇല്ലാണ്ട് നല്ല നൈസാണ്. സ്കിന്ന് കിട്ടിയ വേറെ ലെവലാണ്. പിന്നെ ഇതുണ്ട്, ഇതൊക്കെ വണ്ടെടുത്താണ്. ആക്ച്വലി 2 ബ്ലൂ ലോക്കിൻ്റെ സാധനം. പിന്നെ മാക്ടൻ ഇത് ഞാൻ എൻ്റെ അറ്റ്ലീസ്റ്റ് പണ്ടില്ല, ഞാൻ ഫ്രീ ആയിട്ടൊന്നും എടുത്തതെന്നല്ല കേട്ടോ. പണ്ടേ ഇല്ലയെന്ന്. ഫ്രീ ആയിട്ടാണോ അറിയില്ല, ഫ്രീ ആയിട്ട് എടുത്തതല്ല എന്ന് എൻ്റെ ഓർമ്മ. പൈസയുടെ സ്കിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇവൊക്കെ വന്നാൽ എന്തായാലും എടുക്കും. അല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് ചാവോസിൻ്റെ ഒക്കെ ഉണ്ട്. വേറെ ഒന്നൊക്കെ ഇഷ്ടപ്പെട്ടാൽ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കിയാൽ M10 ഇവോ ലെവൽ 3 ആണ്. ലെവൽ 4 എടുത്താക്കും ഞാൻ എന്തായാലും. 290 ഡയമണ്ടേ വേണ്ടി ലെവൽ 4-ന്. പാസിന് ഈ കുറച്ച് സാധനം ഉണ്ട്. ഇതാണ് നല്ല ഉണ്ട്. ഇതെടുത്ത് M8ക്ക് ഇവോ ആണ്. നോക്കുകയാണെങ്കിൽ ലെവൽ 4 M18 ഉണ്ട്. ലെവൽ 4 M10 ആക്കണം. പിന്നെ ഇത് അത്യാവശ്യം നൈസ്. പിന്നെ ഇതൊക്കെ പെർമനൻ്റ് എടുക്കും. ലെവൽ 3 ആണ് ഇതോ. M80 എടാ M10 ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. M80 ഒക്കെ 2 എണ്ണയിലൂടെ ഇനി വരുന്ന M80 എന്തായാലും ഞാൻ എടുക്കും. പക്ഷേ എനക്കൊരു ഡൗട്ട്, എന്തിനാ ഇനി M80? എന്നാലും ഞാൻ ഇവോട്ടെ കളിക്കത്തുള്ളൂ. പിന്നെ ചാർജ് ഇല്ല കേട്ടോ. സീനില്ല. പിന്നെ ഈ സാധനം ഉണ്ട്. പിന്നെ ഈ സാധനം ഇതായിട്ട് കളിക്കുക. ഇതാ കുറച്ച് സ്നൈപ്പർ. ഇതാണ് എനിക്ക് സങ്കടം. ഇത് നൈസ് സ്കിന്നൊക്കെയാണ്. റീലോഡ് സ്പീഡും ഡാമേജും ഉണ്ട്. പക്ഷെ പച്ചയായിട്ട് അവിടെ പവർ ഇല്ലടാ. ആ ഹൈപ്പർ ബുക്കില്ലേ 2000 അത് വേണം. പിന്നെ ഇതും അത്യാവശ്യം നൈസ് സ്കിന്ന. ഇതാണ് ഞാൻ എപ്പോഴും ഇട്ട് കളിക്കാറ്. പക്ഷെ ഇതും നൈസ് സ്കിന്ന. റീലോഡ് സ്പീഡും മൂവ്മെൻറ്റ് സ്പീഡും ഉണ്ട്. പക്ഷേ ഇതാണ് അതിനെക്കാട്ടി പവർ. റീലോഡ് സ്പീഡ് ഉണ്ടെങ്കിലും ഡാമേജ് എക്സ്ട്രാ. പിന്നെ വെച്ചാൽ മൂവ്മെൻറ്റ് സ്പീഡ് ഒന്നെങ്കിലും പ്ലസ് കിട്ടണം. പിന്നെ M24 ഇത് നൈസ് സ്കിന്നാണ്. റേഞ്ചും റീലോഡ് സ്പീഡും ഉണ്ട്. ഈ SK94 ഇത് 2 എണ്ണമാണ്. പിസ്റ്റലൊന്നും പിന്നെ ഇല്ല. USB കീ ചാത്ത സാധനം. ഡെസേർട്ടുകളിന് ഇത് ഞാൻ മറ്റേതിൽ പെർമനൻ്റ് അടിച്ചിട്ടുണ്ട് ഇപ്പം. പിന്നെ ഈ സാധനവും ഉണ്ട്. ഇത് നൈസാണ്. G8 പിന്നെ ഇത് 2 ഇതായിരുന്നു. നിൽക്കിപ്പോൾ എങ്ങനെ അറിയാം. ഇതിനൊന്നും പിന്നെ പവറില്ലാത്തതുകൊണ്ട് ഞാൻ ഇതായിട്ടേക്കുന്നത്. M500 പിന്നെ ഈ സാധനമുണ്ട്. നൈസാണ്. 2025 ഈ സാധനത്തിന് റേഞ്ച് മാഗ്നീസും ഉണ്ട്. ഡാമേജ് ഒന്നും നമുക്ക് വേണ്ടാവില്ല. കത്തിൻ്റെ ചെരിപ്പായിരുന്നു എനിക്ക് വേണ്ടി. പിന്നെ M970 സാധാരണ നല്ല പവറാണ്. USBക്ക് ഇത് 2 ഉണ്ട്. ഗോൾഡിൻ്റെ മിനിയൂസിക്കും അത്യാവശ്യം ഇതാ കുറച്ചെണ്ണം ഉണ്ട്. ഞാൻ ഇതായിരുന്നു കളിക്കുക. എന്തായാലും നമുക്ക്
വേറെ എന്താ പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്നുമില്ല. നമുക്ക് ഇത് കളിക്കാം. നോക്കിയാൽ മിൽക്ക് ഇതാ സ്പാനിൻ്റെ സാധനമുണ്ട്. പിന്നെ പരാങ്ങുണ്ട്. പരാങ്ക് എല്ലാം അത്യാവശ്യം നൈസ് സാധനമാണ്. പിന്നെ ബാറ്റിന് വെച്ചൊരു ഗുമ്മില്ലാത്ത സാധനങ്ങളിപ്പോൾ കുറച്ച് നല്ല എന്തെങ്കിലും കിട്ടാമല്ലോ. ചപ്പാത്തി വരത്തുന്നു ഒന്നുമില്ലടാ ബാറ്റൊന്നും. ഇതിടാം ക്രിക്കറ്റിൻ്റെ കട്ടാനൊക്കെ. പിന്നെ ഇതുണ്ട് എത്ര 500 ഡയമണ്ടിൻ്റെ സാധനമായത്. സ്കൈറ്റ് ഇതാ കുറച്ച് ഇതെന്താ ടോപ്പപ്പ് എന്തെങ്ങാനും പണ്ട് വന്നത് 50 ഇതാ. ഈ സാധനം ഇതും നൈസാണ്. ഇതും നൈസാണ്. ഇത് റാംബേജിൻ്റെ ആണ്. കോബ്രാൻ്റെ അത് 50. പിന്നെ ഇതെന്ന് വെച്ചാൽ ഗ്രനേഡിൻ്റെ ആ ഒരു 28 സ്കിന്നുണ്ട്. എല്ലാം നൈസായി. ഇതിന് വെച്ചാൽ റേഞ്ചാണ്. നല്ല റേഞ്ച് ഉണ്ട്. അങ്ങെത്തും. ബാക്കിയെന്ന് വെച്ചാൽ കുറച്ച് തടിച്ച ഗ്രനേഡാണ്. സ്മോക്കിനൊന്നും പിന്നെ സ്കിൻ ഇതിൽ വന്നില്ല എന്ന് തോന്നുന്നു. ൂവാളെ പിന്നെ ഇതാ. ഇനി ഒരു ദിവസം കൂടി ഇല്ല. ഞാൻ ഈ അക്കൗണ്ട് മറ്റേ അക്കൗണ്ടിൽ നിന്ന് എടുത്തായിരുന്നു. റീട്ടൺസ് എൽഡിൻ്റെ സംഭവം ഞാൻ പറഞ്ഞുതരാവേ. ഇതെന്ന് വെച്ചാൽ നമ്മളെ സാധനം ഇതാ ലെവൽ 4. പിന്നെ ഈ ചപ്പാത്തീനെ പോലത്തെ ഇത് നൈസാണ്. ഇതെന്ന് വെച്ചാൽ ഫ്ലെയിമർ തന്നെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഫ്രീ ആയി കൊടുത്തതാണ്. ഇതൊക്കെ 5th ആനിവേഴ്സറി. ഇത് ഇന്ത്യ കപ്പ്. അതെങ്ങനെ കളിച്ചിട്ട് നമ്മളൊരു സെറ്റ് സ്കോഡ് ഉണ്ടായിരുന്നു. ആ സ്കോഡിൽ നിന്ന് കിട്ടിയതാണ്. ഡയമണ്ട് ഇല്ല. 50,000 20,000 അതിൽ നമുക്ക് കിട്ടിയതായിരുന്നു ഈ ഒരു ഗ്ലൂവാണ്ട് സ്കിന്ന്. എന്ന് വെച്ചാൽ ഇതുണ്ട്. ഫെയ്ത്ത് ഉണ്ട്. പിന്നെ ഇതുണ്ട്. ഇത്ര സാധനങ്ങൾ. അതേഴ്സിലൊന്നും പിന്നെ ഒന്നുമില്ല. ഈ സാധനം ഇതിന് ക്രോസ്ബോക്ക് ഒറ്റ സ്കിന്നില്ല. ഒന്നുമില്ല. ആർട്ടിഫിക്കലിന് 308. പിന്നെ സെറ്റിന് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു AWM ആണെന്ന്. ആ AWM ഞാൻ കാണിച്ചിരാവേ. എവിടറാ അങ്ങെത്തിയാ ഇവിടെ AWM സെറ്റിക്കിലായി. ആ ഇതാ AWM. MP5 നമുക്ക് വേണം. പോക്കർ MP40 ഉണ്ട്. പിന്നെ ഈ സാധനങ്ങളൊക്കെ UMP ഡിസ്കൗണ്ടിന് എടുക്കാനായിരുന്നു പോയെ. നല്ല ലെങ്ത് ആയിട്ട്. സോ നമുക്ക് എന്തായാലും വോൾട്ടിലേക്ക് പോവാം. വോൾട്ട് പോകുന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിലോട്ട് പോവാം. നമ്മളെ ഒറോച്ചുമാറു ജിറായ പിന്നെ FF മാക്സിൻ്റെ സാധനം. പിന്നെ ഇത് എലൈറ്റ് പാസ് ഇതെന്തോ എലൈറ്റ് പാസ് എല്ലാം തോന്നുന്നു. ഇതെന്തോ ഇൻക്യുബേറ്റർ എങ്ങാനോ ക്രേസി തീച്ച്. പിന്നെ ബാന്തിട്ട് റീസ്റ്റാറിൻ്റെ ടോപ്പ് സാധനം. റീസ്റ്റാറൊക്കെ ഇട്ട് കളിച്ച് ഇതാക്കിയ സാധനം. പിന്നെ ഇതിൻ്റെ ഹെയർ സോൾ ബണ്ടിലെല്ലാം അതിങ്ങനെ അനങ്ങി കളിക്കുക. ആനിമേഷൻ ഉള്ളൊരു സാധനമാണ്. ഇതുകൊണ്ട് ഞാൻ ഇതിട്ട് കളിക്കാറൊക്കെ ഉണ്ട്. ഇതെന്താ വിസാർഡ് ഓഫ് വിസാർഡ്. ഇത് എലൈറ്റ് പാസ് എന്നല്ല എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. ഈ വണ്ടിയിലൊന്നും ഇതില്ല. ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം പിന്നെ ബ്ലൂഡ് വിങ്ങിൻ്റെ ബ്ലൂഡ് വിങ് മറ്റേതാന്ന് തോന്നുന്നു. ഇത് എലൈറ്റ് പാസ്സാന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് സാധനമൊക്കെ ഉണ്ട്. ഇത് എലൈറ്റ് പാസ് അല്ല എന്നാ തോന്നുന്നു. ഇൻക്യുബേറ്റർ ആയിരിക്കും. ഇനി ഇത് എലൈറ്റ് പാസ് ആയിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻക്യുബേറ്ററോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇത് പിന്നെ ഒരു സാധനമാണ്. ഇതൊക്കെ ഒരു കാലം. ഇത് എനിക്കറിയത്തില്ല. എലൈറ്റ് തന്നെ. ഇത് എലൈറ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? ഇത് അത്യാവശ്യം നൈസ് പറ്റില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഈ സാധനം ഇത് എലൈറ്റാണ്. ഇത് മറ്റേ സാധനം ഫയർ വണ്ടിയിൽ. ഇതും ചിലപ്പോൾ എലൈറ്റ് ആയിരിക്കും. ഇത് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ സാധനമാണ്. ഈ മാജിക് ക്യൂബ് എടുത്തതാണ്. പിന്നെ ഇതൊക്കെ പണ്ടെടുത്തു. ഇപ്പം മാജിക് ക്യൂബിലൊക്കെ വന്ന് ഇതൊക്കെ മാജിക് ക്യൂബിലുണ്ട് ഇപ്പം. പക്ഷേ ഞാൻ പണ്ടെടുത്തു. പിന്നെ ഇത് നൈസ് വണ്ടിയിലാണ്. ഇത് 2020 ആ ഒരു സാധനം. പിന്നെ ഇത് 8th ആനിവേഴ്സറിക്ക് വന്ന വണ്ടിയിൽ ഇത് ഞാൻ ഡയമണ്ട് റോയിൽ എടുത്ത് ഏകദേശം 320 ഡയമണ്ടിലാണ് ഞാൻ കിട്ടി. പിന്നെ ഇത് പിന്നെ ജിമ്മിൻ്റെ സാധനം. ഇതും ചില്ലി വണ്ടിയിൽ ഇതൊക്കെ ഫ്രീ ആയി. ഫ്രീ കിട്ടി. ഇതും ഫ്രീ കിട്ടി. ഇതും ഫ്രീ കിട്ടി. ഇത് നമ്മളെ പാർട്ട്ണർ വണ്ടിയില്ല ആ സാധനം. ഇത് മറ്റേ സാധനമാണ്. ഇതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ എപ്പം ഓർമ്മയില്ല. ഇത് നമ്മളെ ടോക്കൺ കൊടുക്കുന്നത്. ഇത് പട്ടാളക്കാരൻ. ഇത് മറ്റേ സാധനം. ഇത് 890. ഇത് പണ്ടെടുത്തായിരുന്നു. പണ്ട് മീൻസ് ഒരു കൊല്ലം മുന്നേ പണ്ടെടുത്തായിരുന്നു. 450 ഡയമണ്ട്. പിന്നെ ഇത് നമ്മളെ 30th ഗോൾഡ് റോയൽ. ഇത് കാട്ടുവാസി വണ്ടിയിൽ. പിന്നെ ഇത് സിൽവർ സാമുറായി.
സിൽവർ സമരയൊക്കെ ടോപ്പായിരുന്നു. ഇപ്പം മാജിക് ബില്ലെല്ലാം കൊണ്ടൊന്ന് ബിഗിടാക്കി. ഇത് നമ്മൾ ക്രിസ്മസ് ബണ്ടിൽ. ഇതാണ് ഞാൻ അധികം ക്രിസ്മസിൽ ഇടൽ. ഇനി ഇത് എല്ലും കിട്ടും, ഇത് മറ്റേ ഫ്രീ കിട്ടുന്ന ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇതൊക്കെ ഗേൾ ബണ്ടിൽ, ഇതൊക്കെ ചില്ലി ഹോട്ടിൻ്റെ ഗേൾ ബണ്ടിൽ, ഡൈനാമിഡോൻ്റെ ബണ്ടിൽ. ഇത് നമ്മളെ ജേഴ്സി ട്രൗസറുകളാണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഇതിൽ പോവാം. ഇതിലൊന്നും ഒന്നുമില്ല. ഇതുണ്ട്, പിന്നെ ഇതുണ്ട് സ്കിഡ് ഗെയിമിൻ്റെ, പിന്നെ തൂത്തുങ്ങാട്ടനുണ്ട്. നെക്സ്റ്റ് ഇമോഷനിലേക്ക് പോയി. മോട്ടി പ്രൈം 4ൻ്റെ മോർ പ്രാക്ടീസ്, ഫുട്ബോള്, സ്കോർപ്പിയോൻ്റെ റാമ്പേജിൻ്റെ അകത്ത്, ഓറഫങ്, റിഡിക്കൂൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ലോല ഇപ്പോൾ ഭയങ്കര റെയർ അറിയാൻ വരുന്നതൊക്കെ കേട്ടായിരുന്നു. പിന്നെ ഈ രണ്ട് സാധനം, പിന്നെ ഇതൊരു സാധനം, പിന്നെ സൺ ബാത്തിങ്, പിന്നെ ഇത്, പിന്നെ ഈ ഒരു വെയിറ്റ് ട്രെയിനിങ്, മൈൻഡ് ടീ, ഇതൊക്കെ പണ്ടെടുത്തത്. പിന്നെ ഇതാ ബിഗ് സ്മാഷ് FFWS 2021. പിന്നെ ഇതാ ഇത് ഫെയ്ഡഡ് വീലിനെടുത്താണ്. ഇത് ഇതാ FFWC ഡാൻസ്, ട്രിപ്പിൾ കിക്സ്, ഇത് എലൈറ്റ്. ഇതൊക്കെ പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്ത ഇത് എലൈറ്റാണെന്നാണ് തോന്നുന്നത്. എലൈറ്റ് തന്നെയാണെന്നാണ് തോന്നുന്നത്. റാമ്പേജ് ഇത് എലൈറ്റാണ്, ഇതും എലൈറ്റാണ്. പിന്നെ ഇതൊക്കെ ഫ്രീ ആയിട്ട്. ഇത് മറ്റേ ഡയമണ്ട് കൊടുത്തെടുത്ത്, ഇത് ഫ്രീ. ഇതെനിക്കറിയത്തില്ല. പോസ്റ്ററിന് പിന്നെ ഒന്നുമില്ല. സ്കിന്നിന് ആകെ ഈ തക്സിൻ്റെ സാധനമേ ഉള്ളൂ. ഓവറൊന്നുമില്ല. വോക്കോങ് പിന്നെ ഈ സാധനം. ഇതാ ഈ സാധനങ്ങളാണ്. ഈ സ്കൈലറിൻ്റെ ഒക്കെ 7th anniversary എൻ്റെ ഇല്ലാന്ന്. ഓറിയോൻ്റെയും ഇത് മറ്റേ കൊണ്ടൊക്കെ ഇല്ലയാണ്. ഇത് മറ്റേ ഫീൽഡ് വീൽസ് ഫ്രീ സ്പിൻ കിട്ടിയത്. പിന്നെ ഈ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ലൂട്ട് ബോക്സ്, സ്കൈവിങ്, പിന്നെ ഇത് ഈ രണ്ട് സാധനങ്ങൾ ഒന്നും വേണ്ട. നമുക്ക് സ്കോർപ്പിയോൻ്റെ സാധനമായിരുന്നു ഞാൻ യൂസ് ചെയ്യാം. 2 സ്കോർപ്പിയോ ഉണ്ടോ? ഈ സാധനം ഇപ്പം ഞാൻ ഡൗൺലോഡാക്കി നോക്കട്ടെ. ഇപ്പം പണ്ടിട്ട് കളിച്ചേനെ. ഇത് സ്കോർപ്പിയോൻ്റെ തന്നെ വേറെ ഇതാണ് കേട്ടോ. ഒന്നും ഓർമ്മയില്ലടായേ. ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഇതാണ് അധികം കിട്ടാറ്. നമുക്കെന്തായാലും ഇനി ഇതിട്ട് കളിക്കാം. പിന്നെ ഈ 15 സാധനമുണ്ട്. വെഹിക്കിൾ സ്കിന് പിന്നെ ഇതുണ്ട് ഫീഡഡ് വീൽ. ഇത് ഭയങ്കര ലെങ്തായി പോയി. പ്രൈം 8ൻ്റെ പോലും ഇത്ര ലെങ്ത് അല്ല. ഇതുമാണ് ഇതിൽ ഏറ്റവും ടോപ്പായിട്ട്. ഇതിനെന്ന് വെച്ചാൽ ഇതുണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്, പക്ഷെ ഇതിനില്ല. പക്ഷെ കാണാൻ കുറച്ചുകൂടി ലുക്ക് എന്ന് പറയുക ഇതാണ്. പിന്നെ വെച്ചാൽ ഇതിന് ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ട്. കോബ്രാൻ്റെ ആ സാധനം തന്നെയാണ്. നറൂട്ടോൻ്റെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുഷ്പാൻ്റെ സാധനം ഇതിൽ മെയിനായിട്ട് എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി നല്ല ഇതാണ്. കാരണം എനിമിക്ക് പെട്ടെന്നാണെങ്കിൽ ഇതിൽ വെച്ചാൽ ചില്ലില്ല, പക്ഷേ ഇതിൽ ചില്ലുണ്ട്. ഇതിൽ വെച്ചാൽ ബാക്ക് നിന്നൊക്കെ അടിക്കാൻ കഴിയും, പക്ഷേ ഇതിന്ന് വെച്ചാൽ കറക്റ്റ് എയിമൊന്നും കിട്ടത്തില്ല. AWMൻ്റാണ്. പിന്നെ വെച്ചാൽ ഈ സാധനങ്ങൾ ഇതാണ് ഏറ്റവും ടോപ്പ്. ജീപ്പിൽ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഓട്ടോറിക്ഷയൊന്നും പിന്നെ ഇതുമില്ല. പിന്നെ കുതിര, പിന്നെ പ്രൊഫൈൽ ഇത് 226 സംതിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ സ്പെഷ്യലൈസ് ഉണ്ട്. പിന്നെ ഈ രണ്ട് സാധനങ്ങൾ. അതേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല പ്രത്യേകിച്ച്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഈ ഒരു ക്രിമിനൽ ബണ്ടിലൊക്കെ ഒരു തേങ്ങയും കിട്ടിയില്ല. മൊത്തം അടിച്ചങ്ങ് പറക്കിയിട്ട് ഒന്നും കിട്ടാത്ത കാരണം ഈ സാധനം അങ്ങനെ അടിച്ച് വാങ്ങി വെച്ചിട്ട്. കാരണം യൂണിവേഴ്സൽ ടോക്കണ് എനിക്ക് വേണമെങ്കിൽ എന്നും സ്പിൻ ചെയ്യുക. അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ഈ ബോൺഫെയർ ഇട്ട് കളിക്കാറുണ്ട്. നോക്കുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒരുമാതിരി പ്രത്യേക പരിപാടി. ഏകദേശം 35 ഉണ്ടായിരുന്നു. അതായത് 5 കൂടെ നെയിം ചേഞ്ച് കാർഡെങ്കിൽ മേടിക്കാം. 35 ദിവസമാണ് ഞാൻ വാങ്ങിയിട്ട്. എന്താ പറയുകയൊന്നും ചെയ്യാൻ കഴിയില്ല. 80 ഉണ്ടെങ്കിൽ ഗ്ലൂ ആണ് സ്കിന്നും കിട്ടാം, അല്ലെങ്കിൽ ജസ്റ്റ് നെയ്ഡിൻ്റെ സ്കിന്ന്, അല്ലെങ്കിൽ നെയിം ചേഞ്ച് കാർഡ് കണ്ടോ. KTX നാക്കിന് നമുക്ക് 390 ഡയമണ്ട് ആവും. ഇപ്പോൾ ഒരു വീക്കിലെടുത്ത് ചെയ്യും. പിന്നെ ഗിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ഈ സ്പോർട്സ് ഗിൽഡാണ്. ഗിൽഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം ആരും അങ്ങനെ ആക്റ്റീവ് ഒന്നല്ല. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്.
ഓക്കെ 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 അടി 20 മിനിറ്റാ. സോ മെമ്പേഴ്സിനെ നെക്സ്റ്റ് കാണിച്ചാൽ ഇതായിരുന്നു എൻ്റെ മറ്റേ അക്കൗണ്ട്. ഇതിനൊക്കെ ഞാൻ അത്യാവശ്യം ഡയമണ്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ബിയാ പാസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബണ്ടിൽ പറ്റിയില്ലോ എന്ന് വെച്ചാൽ അത്യാവശ്യം 3200 ഡയമണ്ട് എങ്ങനെ ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഗൺ സ്കിന്നൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ബണ്ടിൽ ഒരു 1000 ഡയമണ്ട് ഒട്ടിച്ചെടുത്തു. പിന്നെ ഫെയ്ഡഡ് വീൽ ഇറക്കി, പിന്നെ ബിയാ പാസൊക്കെ എടുത്തു. പിന്നെ ക്രിമിനൽ 2-3 സ്പിന്നൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഇത്രയും മെമ്പേഴ്സിനെ ഒന്ന് ഓടിച്ച് കാണിച്ചതാ. ഗിൽഡ് ലീഡറായിട്ട് വരുന്നത് രാഹുൽ, അസുരന്, റൂസ്. ഇത് ആലോൺ പോയി. ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തില്ലാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നിർത്തിയാണ്. അപ്പം പ്രൊഫൈലിൽ വന്ന് കുറച്ച് ലൈക്കൊക്കെ തരുക. അപ്പം ബൈ ബൈ.